السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على أشرف الأنبياء والمرسلين നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ നൽകിയിട്ടുള്ള ഫത്വകളാണ് വായിച്ചു വരുന്നത്. ഇന്ന് അതിൽ 21-ാമത്തെ നമ്പറിലുള്ള വേറൊരു ഫത്വ വായിക്കുന്നത്. അതിങ്ങനെയാണ്: ലാ ഹറജ അലാമൻ കാന ഫി ബലദിൻ ഗൈരി ഇസ്ലാമിയൻ അൻ യസൂമ ബിറുയതി ബലദിൻ യഹ്കുമു ശരിയ. അതായത്, ഇസ്ലാമികമല്ലാത്ത ഒരു രാജ്യത്തിലുള്ള ആള്, മൻ കാന ഫി ബലദിൻ ഗൈരി ഇസ്ലാമിയൻ, ഇസ്ലാമികമായ ഭരണമില്ലാത്ത ഒരു നാട്ടിലുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലാ ഹറജ, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കുഴപ്പമില്ല, അൻ യസൂമ, അയാൾ നോമ്പ് നിൽക്കുന്ന കാര്യത്തിൽ, ബിറുയതി ബലദിൻ യഹ്കുമു ശരിയ, ശരീഅത്ത് അനുസരിച്ച് വിധി പറയുന്നതായ ഒരു നാട്ടിലുണ്ടായിട്ടുള്ള കാഴ്ചക്കനുസരിച്ച് അങ്ങനെയുള്ള നാട്ടിൽ, അതായത് ഇസ്ലാമിക ഭരണമില്ലാത്ത നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്ക് നോമ്പെടുക്കാം, അതിനൊരു കുഴപ്പമില്ല. ഇതാണ് ഇതിൽ ഉള്ള വിഷയം. അതിലാണ് ഹെഡിങ്: മിൻ അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് ഇലാ ഹദ്റത്തിൽ ഉഖ്ത് ഫില്ലാഹ്. അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ സഹോദരിയായിട്ടുള്ള ഇന്നാൽ ഇന്ന വ്യക്തി, ജീം സീൻ കാഫ് ഉള്ള പേരാണ്. വഫഖഹല്ലാഹ് ലികുല്ലി ഖൈർ, എല്ലാ ഖൈറിനുള്ള തൗഫീഖ് അവർക്ക് അല്ലാഹു തആല നൽകട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്മാ ബഅദ്. എന്നിട്ട് ഷെയ്ഖ് തുടങ്ങുകയാണ്: ഫഖദ് വസല ഇലയ്യ കിതാബക്കുമുൽ കരീം അൽ മുഅർരിഖ് ഫി 6/10/1389. ആ ഡേറ്റിലുള്ള നിങ്ങൾ അയച്ചിട്ടുള്ള കത്ത് എനിക്ക് കിട്ടി. വമാ ബിഹി ഇൽമ വ നഷ്കുറുക്കും അലാ തഹ്നിയതികും ബിഹുലൂലി ഈദുൽ ഫിത്ർ അൽ മുബാറക് ഹന്നഅകുമുല്ലാഹു ബികുല്ലി ഖൈർ വ തഖബ്ബല മിനൽ ജമീ വ ആദഹു അലൈനാ വ അലൈക്കും വ അലാ സായിരിൽ മുസ്ലിമീന അഅ്വാമൻ കതീറത്തൻ അലാ ഹാലി ഖൈറിൻ വ ഇസ്തിഖാമത്തിൻ ഇന്നഹു ഖൈറുൽ മസ്ഊൽ. അതായത്, നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അഭിവാദ്യങ്ങൾ സ്വീകരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ഈദുൽ ഫിത്തറുകൾ കാണാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടാക്കട്ടെ, അതിൽ നമുക്ക് നല്ല ഇസ്തിഖാമത്തോടു കൂടി സ്വീകരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശൈഖ് അവർകൾ. എന്നിട്ട് പറയുന്നു: അമ്മാ മാ ദക്കർതു, ഇനി നിങ്ങൾ പറഞ്ഞ കാര്യം. എന്താ നിങ്ങൾ പറഞ്ഞ കാര്യം? അൻ സൗമിക്കും മഅന, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് നോൽക്കാൻ പറ്റുമോ എന്ന വിഷയം. അതായത്, സൗദി അറേബ്യയുടെ കൂടെ നോമ്പ് നോൽക്കാൻ പറ്റുമോ? വ ഫിത്റുക്കും മഅന, ഞങ്ങളുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാനും പറ്റുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. ലി കൗനിക്കും അഖംതും ഫി അസ്ബാനിയ, നിങ്ങൾ സ്പെയിനിലാണ് താമസിക്കുന്നത്. അപ്പൊ സ്പെയിനിൽ ഉള്ള ഒരു മുസ്ലിം സ്ത്രീയാണ് ഈ ചോദ്യകർത്താവ്, സ്പെയിനിൽ ജീവിക്കുന്നവളാണ്. അവരാണ് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ, അതായത് സൗദി അറേബ്യയുടെ കൂടെ നിങ്ങൾ കാണുന്ന ഹിലാലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉറപ്പിക്കുന്നതിനനുസരിച്ച് നോമ്പും പെരുന്നാളും എടുക്കാൻ പറ്റുമോ? അയ്യാമ റമളാൻ ഫലാ ബഅസ്, അതിനുള്ള മറുപടിയാണെന്ത്? ഫലാ ബഅസ്, യാതൊരു കുഴപ്പമില്ല, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല. വലാ ഹറജ അലൈക്കും ഫീ ദാലിക, അതിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ലി ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. സുമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി, നിങ്ങൾ അത് കണ്ടാൽ, മാസപ്പിറവി കണ്ടാൽ നോമ്പെടുക്കുക, അത് കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിച്ച് പെരുന്നാൾ ആഘോഷിക്കുക. ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലു അൽ ഇദ്ദത 30. ഇനി നിങ്ങൾക്ക് 29 മേഘം മൂടിയാലോ, നിങ്ങൾ 30 പൂർത്തിയാക്കുകയും ചെയ്യുക എന്നുള്ള റസൂലുള്ളാഹിന്റെ കൽപ്പന. ആമുൻ, അത് ആമായ കൽപ്പനയാണ്. ലി ജമീഇൽ ഉമ്മത്തി, ഈ ഉമ്മത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കുമുള്ള കൽപ്പനയാണ്. അത് സൗദി അറേബ്യക്കാർക്ക് മാത്രമല്ല, മക്കക്കാർക്കോ മദീനക്കാർക്കോ മാത്രമുള്ളതല്ല, ലോകത്ത് മുഴുവനുള്ള ഈ ഉമ്മത്തിലെ സകല ആളുകൾക്കുള്ള കൽപ്പനയാണ്. ബൽ മംലക്കത്തുൽ അറബിയ്യത്തു സൗദിയ ഔലദ് ദുവലി ബിൽ ഇഖ്തിദായി, പിൻപറ്റപ്പെടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രാജ്യമാകുന്നു മംലക്കത്തുൽ അറബിയ്യത്തു സൗദിയ. കാരണം എന്താ? ലി ഇജ്തിഹാദിഹാ ഫീ തഹ്കീമി ശരീഅത്തി, ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് വിധി പറയുന്ന വിഷയത്തിൽ അങ്ങേയറ്റം പരിശ്രമം നടത്തുന്ന രാജ്യമാകുന്നു അത്. സാദഹല്ലാഹു തൗഫീഖൻ വ ഹിദായത്തൻ, അല്ലാഹു ആ രാജ്യത്തിന് ഇനിയും തൗഫീഖും ഹിദായത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. വലി അന്നക്കും ഫീ ബിലാദിൻ ലാ തഹ്കുമുൽ ഇസ്ലാം, നിങ്ങളാകട്ടെ സ്പെയിനിലെ മുസ്ലിമീങ്ങൾ ഇസ്ലാം അനുസരിച്ച് വിധി പറയാത്ത നാടിലാണുള്ളത്.
വലാ യുബാലി അഹ്ലുഹാ ബി അഹ്കാമിൽ ഇസ്ലാം. ആ നാട്ടിലെ ജനങ്ങളാകട്ടെ ഇസ്ലാമിന്റെ അഹ്കാമുകളെ സംബന്ധിച്ച് യാതൊരു പരിഗണനയും നൽകാത്തവരാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഭരണം നടക്കാത്ത, ഇസ്ലാമിന്റെ രീതി അനുസരിച്ച് പോകുന്നതിൽ സൗകര്യങ്ങളില്ലാത്ത, അനിസ്ലാമികമായ, ഇസ്ലാമിക വിരുദ്ധമായ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊട്ടടുത്തുള്ള ഇസ്ലാമിക ഭരണമുള്ള ഒരു നാടിൻ്റെ കാഴ്ച അനുസരിച്ച് നോമ്പെടുക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യാം എന്നാണ് ഷെയ്ഖ് ബിൻ ബാസ് പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമാണ്. ഇതേ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യം. ഇവിടെ ഇസ്ലാമികമായ രാജ്യമല്ല, ഇസ്ലാമികമായ ഒരു സംവിധാനങ്ങൾ ഇല്ല, മുസ്ലിമീങ്ങൾക്ക് ഒരു ഏകോപിച്ച സംവിധാനങ്ങൾ ഇവിടെ ഇല്ല, നോമ്പും പെരുന്നാളും ഉറപ്പിക്കുന്ന കാര്യത്തിലില്ല. ഉള്ളത് ഖുബൂരികളാണ്, ഖബറാരാധന വ്യവസായികളായ ആളുകൾ. അവരുടെ പിന്നാലെയാണ് പോകുന്നത് പല ആളുകളും പോകുന്നത്. അവരാകട്ടെ മാസപ്പിറവി കൊണ്ട് കളി കളിക്കുന്നവരായ ആളുകളാണ്. അവർ സലഫികളുടെ കാഴ്ച അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ മാസം ഉദിക്കാത്ത ദിവസത്തിൽ കണ്ടു എന്ന് പറഞ്ഞാലും സമ്മതിക്കുന്നവരാണ്. ഇങ്ങനെ മാസപ്പിറവി കൊണ്ട് കളി കളിക്കുന്ന, ദീനിനോട് ഒരു താല്പര്യമില്ലാത്ത, അതിൻ്റെ നിയമങ്ങൾ പാലിക്കാത്ത ഖാദിമാരാണ് ഇവിടെ ഓർപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഔദ്യോഗികമായ മുസ്ലിം സംവിധാനം ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സൗദി അറേബ്യയെ പിൻപറ്റാം. സ്പെയിനിലെ മുസ്ലിമീങ്ങൾക്ക് ഷെയ്ഖ് ബിൻ ബാസ് കൊടുത്തിട്ടുള്ള ഫത്വ നമ്മൾക്ക് ഏറ്റവും അനുയോജ്യവും സ്യൂട്ടബിളുമായിട്ടുള്ളൊരു ഫത്വയാണ്. അതുകൊണ്ടാണ് ഇത് പ്രാധാന്യമർഹിക്കുന്നത്. ഇത് വേറെ ഒരു ഫത്വയാണ്, വളരെ ലഘുവായ ലളിതമായ ഒരു ഫത്വ. അതിൻ്റെ വിഷയം എന്താണെന്നറിയോ? അൽ ഉമ്മത്തു കുല്ലുഹാ മുഖാത്തബത്തുൻ ബിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി. നിങ്ങൾ അത് കണ്ടാൽ, മാസപ്പിറവി കണ്ടാൽ നോമ്പെടുക്കുക, നിങ്ങൾ അത് കണ്ടാൽ നോമ്പ് മുറിച്ച് പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ള റസൂലുള്ളാന്റെ വാക്ക് ആരാണ് അതിൽ മുഖാത്തബ് എന്നാ? സൂമു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോമ്പെടുക്കുക എന്നാണല്ലോ. അപ്പൊ നിങ്ങൾ ആരാണ്? മുഖാത്തബ് ആരാണ്? ആരാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്? അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ മറുപടി, മനിൽ മുഖാത്തബ് ഫീ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂമു ലിറുയതി വഅഫ്തിറു ലിറുയതി എന്ന് പറഞ്ഞാൽ അൽ മുഖാത്തബു ബിദാലിക അൽ ഉമ്മത്തു കുല്ലുഹാ. അൽ മുഖാത്തബു ബിദാലിക, ആ കൽപ്പനയിലെ മുഖാത്തബ്, സംബോധിതർ, അൽ ഉമ്മത്തു കുല്ലുഹാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മുഴുവനാണ്. അല്ലാതെ മക്കക്കാർക്ക് മാത്രമോ, ഷാമുകാർക്ക് വേറെയോ, മദീനക്കാർക്ക് വേറെയോ അങ്ങനെ ഒന്നില്ല. എല്ലാവർക്കുള്ള കൽപ്പനയാണ്. നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ നോമ്പെടുത്തോളുക, മാസപ്പിറവി കണ്ടാൽ നോമ്പ് മുറിച്ച് പെരുന്നാൾ ആഘോഷിക്കുക. ഇതാണ് ഇപ്പം നമ്മൾ ഇഖ്തിലാഫുൽ മത്താലി എന്ന് പറഞ്ഞിട്ട് വേറെയാക്കുന്നത്. ഖുറൈബിൻ്റെ ഹദീസ് വെച്ചുകൊണ്ട് ഇഖ്തിലാഫുൽ മത്താലി ഉണ്ട് എന്ന് പറഞ്ഞ് ഓരോ നാട്ടുകാർക്കും വേറെ വേറെ കാഴ്ചയുണ്ട്, അതനുസരിച്ചേ അവർ പോകാൻ പാടുള്ളൂ എന്നുള്ള വാദം വാദിക്കുന്നത് നിങ്ങൾ ഓർക്കണം. ഷെയ്ഖ് ബിൻ ബാസ് ആകട്ടെ അതുപോലെ അസംഖ്യം ഉലമാക്കന്മാർ ഒറ്റ കാഴ്ച കൊണ്ട് ആ കാഴ്ച എല്ലാവർക്കുള്ള ആമായ കൽപ്പനയാണെന്നും അതിന്റെ മുഖാത്തബ് മുസ്ലിം ഉമ്മത്ത് മുഴുവനാണെന്നും, അതുകൊണ്ട് ഒരു സ്ഥലത്ത് കാഴ്ച ഉണ്ടായാൽ തന്നെ എല്ലാവർക്കും ആ കാഴ്ചയുടെ വ്യക്തിയാൽ ആ എത്തുന്നവരാരൊക്കെയാണ് അവർക്കൊക്കെ അത് ബാധകമായി. ലസിമ സൗം, നോമ്പ് നിർബന്ധമായി. ഇതാണ് അസ്ല്, അടിസ്ഥാന നിയമം ഇതാണ്. എന്നാൽ ഷെയ്ഖ് അവറുകളുടെ ഫത്വകൾ ഓരോന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഓരോന്നിനും ഓരോന്നിൻ്റെതായ സന്ദർഭം ഉണ്ടാകും. ആ സന്ദർഭത്തിനനുസരിച്ചായിരിക്കും മറുപടി. ഇപ്പോൾ ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ മാസം കണ്ടു, ഒമാനിൽ അത് അംഗീകരിച്ചില്ല. ഒമാൻകാർ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഷെയ്ഖ് എന്തേ പറയൂ? ഒമാനിലെ കാഴ്ച അനുസരിച്ച് ആ നാട്ടുകാർ നോമ്പെടുക്കണമെന്നേ പറയൂ. സ്വാഭാവികമാണ്. കാരണം അങ്ങനെ ഒരു ഫത്വ നൽകാൻ കഴിയില്ല. സൗദി അറേബ്യയിലെ മാസപ്പിറവിക്ക് അനുസരിച്ച് ഒമാനിലെ ജനങ്ങളും നോമ്പെടുക്കണം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഓരോ നാട്ടിലെയും കാഴ്ചക്കാരായ ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുണ്ടാവും. ആ കാഴ്ചപ്പാടിനെ ഏകോപിപ്പിക്കാന്നുള്ളത് കഴിയില്ല. ഇനി അതിലും കൂടി ഏകോപിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാലോ അവിടെ ഭയങ്കരമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. അത് രാഷ്ട്രീയമായും സാമൂഹികമായും സാമുദായികമായും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ ഉറച്ചു കഴിഞ്ഞാൽ എല്ലാവരും എടുക്കണം എന്ന് പറയില്ല. പിന്നെ എന്തേ പറയാൻ പറ്റൂ? സൗദി അറേബ്യയിൽ ഉറപ്പിച്ചതിനനുസരിച്ച് എടുക്കുകയാണ് എങ്കിൽ അത് ഉത്തമമായ കാര്യമാണ് എന്ന് പറയും. അവിടെ അങ്ങനെ പറയാം. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്താണ്? ഒരു ഇസ്ലാമികമായ സംവിധാനം ഇല്ല, ഭരണ സംവിധാനം ഇല്ലാത്തൊരു നാടാണെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഷെയ്ഖിന്റെ മറുപടി എന്താണ്? ആ നാട്ടിൽ മാസം ഉറപ്പിക്കുകയും കാര്യം നടപ്പാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഇസ്ലാമികമായ ഒരു ജമാഅത്തുണ്ടാകണം, ഒരു ജംഇയ്യത്തുണ്ടാകണം, ഒരു ജംഇയ്യ ഇസ്ലാമിയ ഉണ്ടാകണം. ആ ജമിയ ഇസ്ലാമിയയുടെ കീഴിൽ നോമ്പ് ഉറപ്പിക്കുക, പെരുന്നാൾ ഉറപ്പിക്കുക, അത് വിളംബരം ചെയ്യുക, ആ ഉത്തരവാദിത്തം അവിടെ ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുത്ത് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സംവിധാനം ഒരു നാട്ടിലുണ്ടെങ്കിലോ
ആ നാട്ടുകാർക്ക് തീരുമാനിക്കാം എന്തു ചെയ്യണം. ആ നാട്ടിലെ കാഴ്ച അനുസരിച്ച് എന്നെ പോകണോ അതുപോലെ തീരുമാനിക്കാം. അതല്ല തൊട്ടടുത്ത ഇസ്ലാമിക രാജ്യത്തിന്റെ കാഴ്ച അനുസരിച്ച് പോകണോ അത് തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ച് ഏകോപിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകുക. ആ നാട്ടിലെ ജനങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനം അനുസരിച്ച് ആ നാട്ടിലെ മുസ്ലിമീങ്ങൾ പോകണം. ഇതും ശൈഖ് അവറുകളുടെ ഫത്വയിൽ നമുക്ക് കാണാം. ഇനി മൂന്നാമത്തെ ഒരു ഫത്വ, അതെന്താണ്? ഇസ്ലാമികമായ ഒരു സംവിധാനം ഇല്ലാത്ത നാടാണെങ്കിൽ ആ നാട്ടിലെ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യാം? അവർക്ക് സൗദി അറേബ്യയെ പിൻപറ്റാം, അല്ലെങ്കിൽ തൊട്ടടുത്ത ഇസ്ലാമിക രാജ്യങ്ങളെ പിൻപറ്റാം. അതിനും വിരോധമല്ല. അപ്പൊ ഈ വിഷയത്തിലൊക്കെ ഒരു വിശാലതയുള്ള നിലപാടാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകാം. ഇതിനെ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് മാറ്റുവാനോ ഒരു പക്ഷത്ത് നിർത്തുവാനോ ഒരാൾക്കും കഴിയില്ല. അങ്ങനെ പക്ഷത്ത് നിർത്താൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുടിലമായ ഉദ്ദേശങ്ങളാണുള്ളതെന്ന് മനസ്സിലാവും. ഇപ്പൊ യാസിർ ബിൻ ഹംസ ഇതേ ഫത്വകൾ തന്നെ അവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഷെയ്ഖ് ബിൻ ബാസ് ഇതിനെതിരാകുന്നു എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കലാണത്, അക്രമമാണത്. ഷെയ്ഖ് അവറുകളുടെ മുഴുവൻ നിലപാടുകളും വ്യക്തമാകുമ്പോൾ വ്യത്യസ്തങ്ങളായ ഫത്വകൾ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇട്ടത്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ നിലപാടൊരു വിഷയത്തിൽ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഫത്വകളൊക്കെ എടുക്കണം. എല്ലാം എടുത്തിട്ട് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഷെയ്ഖ് ബിൻ ബാസിന്റെ നിലപാടെന്ന് മനസ്സിലാവും.